ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ. നമ്മൾ കുക്കിങ്ങിന് വേണ്ടി തന്നെ കുറച്ച് ഹോം അപ്ലയൻസ് ഒക്കെ മേടിക്കാനായിട്ട് നമ്മൾ തോപ്പുംപടിയിലുള്ള മൈജിലാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മുടെ വീഡിയോസിനൊക്കെ വേണ്ടി ആവശ്യമായിട്ട് തന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഞാനിന്ന് മേടിച്ചപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്നൊന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ചട്ടിയിലൊക്കെ ആട്ടോ. നമ്മൾ ഈ 3 പീസ് ആയിട്ടുള്ളൊരു ചട്ടിയുടെ സെറ്റാണ് ഞാൻ വാങ്ങിയത്. ഇത് 3 ടൈപ്പ് ഉണ്ട്. ഫ്രൈ പാൻ ഉണ്ട്, അതേപോലെ കുറച്ച് കുഴിയുള്ളതുണ്ട്. അതൊക്കെ നോക്കി അതിന് ശേഷം ഒരു ബിരിയാണി പോട്ടാണ് കേട്ടോ വാങ്ങിയത്. നമ്മളൊരു പ്രസ്റ്റീജിൻ്റെ ഒരു വലിയൊരു 12 ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ടാണ് വാങ്ങിയത്. അതിനുശേഷം ഒരു ബ്ലെൻഡർ നോക്കിയായിരുന്നു. നമ്മൾ ഈ പാനസോണിക്കിൻ്റെ കമ്പനിയുടെ ഈ ബ്ലെൻഡർ ആട്ടോ. അതിൽ 2 ജാറാണ് വരുന്നത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചേട്ടൻ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഇത് ചെയ്യണത് എന്നൊക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് നോക്കിയപ്പോൾ 3 ബ്ലെൻഡറിൻ്റെ ജാർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നോക്കിയതൊരു എയർ ഫ്രയർ ആയിരുന്നു. അത് മേടിക്കാനായിട്ടോ നമ്മൾ മെയിനായിട്ട് പോയത്. അങ്ങനെ നമ്മളൊരു എയർ ഫ്രയറും വാങ്ങി. ഈ കാണുന്നതാണ് നമ്മൾ വാങ്ങിയത്. ഇനിയുള്ള വീഡിയോസൊക്കെ ഇതിലായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കുക്കർ നോക്കി, പക്ഷേ കുക്കറൊന്നും എടുത്തില്ല. നമ്മൾ ഉദ്ദേശിച്ച അത്ര 10 ലിറ്ററിൻ്റെ കുക്കർ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കുറേ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു എല്ലാം കാണാൻ. അതേപോലെ തന്നെ ഈ ഒരു പാത്രം കേട്ടോ, നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനായിട്ട്. ഇതിൻ്റെ ഫ്രണ്ടിലെ കോട്ടിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ലെതർ മാതിരിയൊക്കെ ഒരു സാധനം കേട്ടോ. പിന്നെ അത് ഇതേപോലെ കുറേ ജാറൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളത്. ഏറ്റവും അവസാനമായിട്ട് ഞങ്ങളൊരു തീരുമാനത്തിലും കൂടി എത്തി, ഒരു ചിമ്മിനിയും കൂടി മേടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഈ കേവ് ടൈപ്പായിട്ടുള്ള ഒരു ചിമ്മിനിയാണ് മേടിച്ചത്. അങ്ങനെ എല്ലാ സാധനങ്ങളുമായിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.